എന്ത് വലു എന്നാ വിട്ട് കഴിഞ്ഞാൽ വാങ്ങി പോവോ? എവിടെ ക്യാമറ കൂടെ നടക്കുന്നേ? ഓക്കെ ഗായ്സ്, ഇന്നാണെന്നുണ്ടെങ്കിൽ എന്താ അൽക്കയുടെ ബർത്ത്ഡേ. അപ്പം അത് കാരണം വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ അൽക്കാണത്തില്ല. ഇന്നത്തെ ദിവസം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സാധനമൊക്കെ മേടിച്ചായിരുന്നു, അങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ബട്ട് ഒന്നും ഷൂട്ട് ചെയ്തില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഫോണില്ല. അൽക്കയുടെ ഫോൺ മേടിച്ചിട്ട് വീഡിയോ നടത്താന്ന് വെച്ചാൽ നടക്കത്തില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്, അവൾക്ക് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ ബിസി. സാധനങ്ങളൊക്കെ മേടിച്ചു. ഞങ്ങൾ ഇനിയാണെന്നുണ്ടെങ്കിൽ പയ്യെ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാം. ഇനിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പയ്യെ ലൈറ്റ് വെക്കും. ഇത് സിൽവറും പിന്നെ ബ്ലാക്ക് കളറാണ് മേടിച്ചത്. ഞാൻ ഈ വട്ടം ഉദ്ദേശിക്കുന്ന തീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഉദ്ദേശിച്ചത് സിൽവറും ബ്ലാക്കും കൂടെ. ബലൂൺസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സിൽവർ ബ്ലാക്ക് ആ ഒരു മയ. ഞാനില്ല കേക്ക് വെക്കുന്ന സാധനത്തിനകത്ത് സിൽവർ നോക്കിയായിരുന്നു, ബട്ട് എവിടെയും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇത് സജസ്റ്റ് ചെയ്തു. ഇതും കൊള്ളാം, നല്ലതാണ്. ഇനി ലൈറ്റ് പയ്യെ വെക്കും. ഇത് എങ്ങനെയാ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് സിഗ്സാഗ് ആക്കി വിടാൻ. അപ്പം കുറച്ചും കൂടെ ലൈറ്റ് തോന്നും. എവിടെയാണ് ലൈറ്റ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് അവിടെയാണ് ബലൂൺസ് വെക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബലൂൺസ് ഇങ്ങനെ നിറയ്ക്കാനുള്ള ഇതിക്കാം മേളിലോട്ട്. മനസ്സിലായത്? അങ്ങനെ ഗൈസ്, ഇപ്പൊ ലാസ്റ്റ് ഒരു സാധനം വരാൻ പോവാ. അടിപൊളി. ഞാൻ എന്റെ ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഐ വിൽ ഷോ യു. അവിടെ തന്നെ നിന്നു. എന്ത് ബലൂൺ? ഹീലിയം. എന്നാ വിട്ട് കഴിഞ്ഞാൽ വാങ്ങി പോവോ? എനിക്കിത് കണ്ടപ്പോ അതിന് ഭയങ്കര തൊരയാന്ന് മേടിക്കാൻ. അപ്പൊ അതിന് മേടിച്ചു. ഓരോരോ വിഷമങ്ങളും മനുഷ്യർക്ക് ഇതെങ്കിലും ഇവിടെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഓക്കെ ഗൈസ്, ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് ലെറ്റർ എഴുതുന്നത്, കാർഡ് എഴുതുന്നത്. ശരിക്കും നേരത്തെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, ബട്ട് നടന്നില്ല. ഭയങ്കര ബിസി ആയിരുന്നു. സോ ഞാൻ ലാസ്റ്റ് മിനിറ്റ് വാങ്ങി എഴുതി. ഇത് ഭയങ്കര ഹ്യൂമർ കാർഡാണ് ഞാൻ വാങ്ങിയത്. എന്നിട്ട് ഇപ്പം എഴുതി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ എഴുതിയിട്ട് ഞാനിപ്പം അത് ക്ലോസ് ചെയ്തിട്ട് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് പയ്യെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ പറ്റും. അയ്യോ, എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളാണ്. എന്തെങ്കിലും ഇരിക്കുന്ന എനിക്കറിയില്ല. ഇനിയിപ്പം ഒരുങ്ങിയൊക്കെ വന്നു കഴിയുമ്പോൾ സെറ്റപ്പ്. അതിനുവേണ്ടി വെയിറ്റ്. Stay tuned guys. Bye. You should wait for that. Bye. The kind of love that feels like destiny. So let's forget the past. Let's build something new. ഇപ്പം കേക്ക് മുറിക്കാനുള്ള ടൈമാ ആണെന്നുണ്ടെങ്കിൽ ഇനി കേക്ക് അവള് ഒരു 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ ക്യാൻഡിൽസും അതും ഇതൊക്കെ ഫുള്ള് കത്തിക്കും. ലൈക്ക് ഇത് 2 ഉണ്ട്, ആ 2 കത്തിക്കും, കേക്ക് കത്തിക്കും. എന്നിട്ട് എനിക്ക് അവിടെ ഉണ്ട്. ഗൈസ്, സോ ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അവിടെ കുറേ നേരമായിട്ട് 2-2.5 മണിക്കൂറായിട്ട് ഞാൻ ഈ റൂമിൻ്റെ അകത്തിരിക്കുക. സോ ഇപ്പം കേക്ക് കട്ടിയുള്ള സമയമാവാറായി. ഞാൻ പോവാൻ നിൽക്കുക. ഐ എം സോ എക്സൈറ്റഡ്. അവിടെ എന്താണ് അവർ കാണിച്ചു വെച്ചേക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് മൊത്തമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല. ലൈക്ക് സൂൺ യു വിൽ സീ. ഹാപ്പി ബർത്ത്ഡേ ടു മീ. പാട്ടൊക്കെ വന്നിട്ടുണ്ട്. ശരി, എന്നാൽ പോട്ടെ. ബൈ. പാട്ടും വേറെ നല്ല കണ്ടിച്ചിട്ട് അപ്പൊ തന്നെ കണ്ടു. Okay, Ashok, tell me. I'm so happy. I'm so impressed with the decor എല്ലാം. ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെന്റ് പണി തരുമോ? പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. സമയം ഒരുപാട് വൈകി. കേക്ക് കട്ടിംഗ്. And I'm so happy. Thank you guys. Thank you so much. Okay, cake cutting. I'll be the calm in your storm, the warmth in the rain, the
one to hold you through joy and through pain. Not just the grand gestures, I'll take care of the little things too. Like making you laugh. ചേട്ടൻ എവിടെ? ഒന്നല്ല ചേട്ടൻ വരാറുണ്ട്. ഇത് പാലക്കല്ലേ? ഓക്കെ, മുറിക്കാൻ പോവാ. പാടി. Happy birthday to you. Happy birthday to you. Happy birthday to dear Alka. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. It's not about the past, it's about what's ahead. It's about the way you smile. ഓക്കെ ഗൈസ്, ഞാൻ ഗിഫ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ നോക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ബർത്ത്ഡേക്ക് കൊടുക്കുന്നത് കാർഡ്. ഓ മൈ ഗോഡ്, കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ പിന്നെ വായിക്കാം. അല്ല, തന്നെ വായിക്കണോ? വായിക്കണ്ട. വേണ്ടല്ലോ. വായിക്കണ്ട. ഒന്നും എഴുതിയിട്ടില്ല. എല്ലാം ഉണ്ട്. വായിക്കണ്ട. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വാ ഗൈസ്, ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്തത് ഫുഡിങ് ആയി. നമ്മൾ ഈ അലങ്കോല വസ്തുക്കളെല്ലാം മാറ്റി വെച്ച് നോർമലായിട്ട് വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇതാണ് പരിപാടി. ഓക്കെ, നിങ്ങളുടെ ഡ്രസ് നല്ല ഡ്രസ്സില്ലേ ഗൈസ്? ഹൗ ഇസ് അവർ ഔട്ട്ഫിറ്റ്? ഇറ്റ്സ് ഗുഡ് റൈറ്റ്? അല്ല, ഇങ്ങനെ നീ അടയ്ക്കും. ഓക്കെ ഗൈസ്, കഴിഞ്ഞു. നമുക്ക് ഇനി പരിപാടിയൊന്നുമില്ല. കുറച്ച് ഫോട്ടോസ് എടുക്കണം. പിന്നെ നമ്മൾ ഡ്രസ്സ് മാറ്റുന്നു, ഫുഡ് കഴിക്കുന്നു, വർത്തമാനം പറയുന്നു, സിനിമ കാണുന്നു, കിടന്നുറങ്ങുന്നു. ആൻഡ് താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡെക്കോർ. Thank you. ഒരു ബർത്ത്ഡേ. ബൈ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ കലാപരിപാടി, അതായത് ഡാൻസും പാട്ടെല്ലാം കഴിഞ്ഞു. പാട്ടെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ കഴിക്കാൻ പോവാണ്. അമ്പൂർ ബിരിയാണി. അതെ, അമ്പൂരിന്റെ ബിരിയാണി. അമ്പൂർ ബിരിയാണി ഒന്നുമല്ല, അമ്പൂർ ചിക്കൻ ബിരിയാണി. ബിരിയാണി എന്താ ചെന്നൈ സ്റ്റൈൽ, തമിഴ്നാട് സ്റ്റൈൽ. നമ്മുടെ പേളിയുടെ വീഡിയോ കണ്ടില്ല? എന്താ മേഘന കുഴപ്പമില്ല. മേഘന ബിരിയാണി ഫേമസ് പോലെ. വെള്ളം ഇത് സെൽഫ് സർവീസ് ആണ്. ഇതിന്റെ ലുക്ക് കണ്ടോ നിങ്ങൾ? മൈ ഗോഡ്, ഗൈസ്, ചെറുതായിട്ട് നമുക്ക് ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി നമുക്ക് ആദ്യം നമ്മുടെ ചിക്കൻ ലെഗ് പീസ്. അവൻ സമ്മതിക്കത്തില്ല. ശരി ഗൈസ്, കഴിച്ചിട്ട് വരാം. ബൈ. ഓക്കെ ഗായ്സ്, അന്ന് ഞങ്ങള് ഔട്ട്ഡോർ എടുക്കാൻ മറന്നുപോയായിരുന്നു. ഞങ്ങൾ ഫുഡും ടിവിയും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലിലെ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അതാണ് പറ്റിപ്പോയത്. അപ്പം ഇതാ ഞങ്ങളുടെ ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ ഞങ്ങളുടെ അന്ന് ക്രിസ്മസ് എന്റെ ബർത്ത്ഡേ ഡെക്കറേഷൻ അവളുടെ ബർത്ത്ഡേക്ക് ചെയ്തതിന്റെ എല്ലാം ഇപ്പോഴും അവിടെ ഇരിക്കുക. അപ്പം ഈ ഒരു വ്ളോഗ് എനിക്ക് തോന്നുന്നു ഭയങ്കര ചെറുതാ. ഞങ്ങളുടെ കുഞ്ഞു മൊമെന്റ്സ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോസും ഞങ്ങൾ ഇതിലെടുത്തിട്ടില്ല. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.